നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഡൽഹി സ്ഫോടനം അന്വേഷണം NIAക്ക്. ബീഹാറിൽ NDA മുന്നേറ്റമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇന്ത്യ സഖ്യം 100-ലൊതുങ്ങുമെന്നും പ്രവചനം. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം വീണ്ടും ഒന്നാമത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ 10 മാനുകൾ ചത്തു. പ്രത്യേക സംഘം അന്വേഷിക്കും. വാസുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗൂഢാലോചന തെളിഞ്ഞെന്ന് SIT കോടതിയിൽ. കണ്ണൂരിൽ LDF സീറ്റ് വിഭജനം പൂർത്തിയായി. ബീഹാറിൽ NDAക്ക് ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ സർവേ. 130-ലേറെ സീറ്റുകൾ NDA നേടുമെന്നാണ് പല എക്സിറ്റ് പോൾ സർവേകളും പ്രവചിക്കുന്നത്. NDA 133 സീറ്റ് മുതൽ 159 സീറ്റ് വരെ നേടുമെന്നാണ് പീപ്പിൾസ് പൾസ് സർവേ പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യം 75 മുതൽ 101 സീറ്റ് വരെ നേടുമെന്നും JSP 0.5 വരെ സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. ടൈംസ് നോ JVC സർവേ പ്രകാരം NDA 135 മുതൽ 150 സീറ്റ് വരെ നേടും. ഇന്ത്യ സഖ്യം 88 മുതൽ 103 വരെ സീറ്റ് നേടുമെന്നാണ് പ്രവചനം. NDAക്ക് 130 മുതൽ 138 വരെ സീറ്റ് ലഭിക്കുമെന്നാണ് ചാണക്യ സ്ട്രാറ്റജീസ് പ്രവചനം. ഇന്ത്യ സഖ്യം 100 മുതൽ 108 സീറ്റ് വരെ നേടുമെന്നും മറ്റുള്ളവർ 3 മുതൽ 7 സീറ്റ് വരെ നേടുമെന്നും പ്രവചിക്കുന്നു. മാട്രിക്സ് പ്രവചന പ്രകാരം 147 മുതൽ 167 സീറ്റ് വരെ നേടും. ഇന്ത്യ സഖ്യം 70 മുതൽ 90 സീറ്റുകൾ നേടും. ബീഹാറിൽ രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങൾക്കായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. നവംബർ 6 നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 65.08% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ 64.14% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. രാജ്യത്തെ നടക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം ഡൽഹി പോലീസ് NIAക്ക് കൈമാറി. NIA ഉദ്യോഗസ്ഥർ ചെങ്കോട്ടയ്ക്ക് സമീപ പ്രദേശങ്ങളിൽ പരിശോധന ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ചേർന്ന ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, IB ഡയറക്ടർ, ഡൽഹി പോലീസ് കമ്മീഷണർ, NIA DG എന്നിവർ ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. UAPA പ്രകാരം ഗൂഢാലോചനയ്ക്കും ഭീകരാക്രമണത്തിനും ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം, സ്ഫോടക വസ്തു നിയമം, BNS വകുപ്പുകൾ എന്നിവ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് FIR. ഡൽഹിയുടെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി വരികയാണ്. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കി. ദേശീയ തലസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. തിങ്കളാഴ്ച വൈകുന്നേരം ചെങ്കോട്ടയുടെ 1-ാം നമ്പർ ഗേറ്റിന് സമീപം സുഭാഷ് മാർഗ് സിഗ്നലിൽ ഐഡന്റി കാറാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ ഇതുവരെ 12 പേരാണ് മരിച്ചത്. ഇവരിൽ 7 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. നടന്നത് ചാവേർ ആക്രമണമാണെന്നും മരിച്ചവരിൽ 3 പേർ ആക്രമണത്തിന് പിന്നിലുള്ളവരാണെന്നും റിപ്പോർട്ടുണ്ട്. 25-ലേറെ പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില അതീവ ഗുരുതരമാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ 10 മാനുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തെരുവുനായ ആക്രമണമാണ് കാരണമെന്ന് സംശയിക്കുന്നു. ഡിയർ സഫാരി പാർക്കിനുള്ളിൽ നിന്ന് 2 തെരുവുനായ്ക്കളെ ജീവനക്കാർ പിടികൂടി. അതീവ സുരക്ഷാ സംവിധാനമുള്ള മേഖലയിൽ തെരുവുനായ്ക്കൾ കയറിയതിൽ ദുരൂഹതയുണ്ട്. സംഭവം സംബന്ധിച്ച് അന്വേഷിക്കാൻ 3-അംഗ സംഘത്തെ നിയോഗിച്ചു. ഉയരത്തിലുള്ള കനത്ത കമ്പിവേലി മറികടന്ന് തെരുവുനായ്ക്കൾക്ക് എങ്ങനെ അകത്ത് കയറി എന്നതാണ് സംശയമുണർത്തുന്നത്. പുറത്തുനിന്നുള്ള ഇടപെടൽ ഉൾപ്പെടെ എല്ലാ വശങ്ങളും പ്രത്യേക സംഘം അന്വേഷിക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് G. കൃഷ്ണ, വിജിലൻസ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോർജ് P. മാത്യു, ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറെ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളതെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. പ്രത്യേക പരിശോധനയിൽ മാനുകളുടെ ദേഹത്ത് വീണ് പരിക്കേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. റിപ്പോർട്ട് ലഭിച്ചാലേ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാകും. രാത്രി ഏറെ വൈകിയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. മാനുകളെ പാർക്കിനകത്ത് സംസ്കരിച്ചു. തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂരിലേക്ക് മാറ്റിയ മാനുകളാണ് ചത്തത്. സംഭവം അറിഞ്ഞുടൻ സുവോളജിക്കൽ പാർക്കിൽ അടിയന്തരമായ സുരക്ഷാ ഓഡിറ്റ് നടത്തിയതായി മന്ത്രി K. രാജൻ അറിയിച്ചു. വനം മന്ത്രിയും റവന്യൂ മന്ത്രിയുമാണ് സുവോളജിക്കൽ പാർക്ക് അധികൃതരുടെ അടിയന്തര യോഗം വിളിച്ചത്. പാർക്കിനകത്തുള്ള തെരുവുനായ്ക്കളെ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി രാജൻ പറഞ്ഞു. വ്യവസായ സംരംഭകർക്ക് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം രാജ്യത്ത് ഒന്നാമത്. തുടർച്ചയായി 2-ാം തവണയാണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തുന്നത്. കേരളത്തിനുള്ള പുരസ്കാരം വ്യവസായ മന്ത്രി P. രാജീവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് ഏറ്റുവാങ്ങി. കേന്ദ്രം നിർദ്ദേശിച്ച 434 റിഫോംസുകളിൽ 430 നടപ്പാക്കിയ കേരളം ആകെ 99.3 റിഫോംസും നടപ്പാക്കിയെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തവണ ഫാസ്റ്റ് മൂവേഴ്സ്, ആസ്പേഴ്സ് എന്നീ 3 വിഭാഗങ്ങളിൽ ആണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ഉന്നത ശ്രേണിയായ ഫാസ്റ്റ് മൂവേഴ്സിൽ ഉൾപ്പെട്ട കേരളം പദവി നിലനിർത്തുകയായിരുന്നു. കേരളത്തെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ യോഗത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു. വ്യവസായ പരിഷ്കാര കർമ്മ പദ്ധതി പ്രകാരം ഓരോ സംസ്ഥാനവും സ്വീകരിക്കുന്ന നടപടികൾ പരിഗണിച്ചാണ്
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടിക തയ്യാറാക്കുന്നത്. രാജ്യത്തിൻ്റെ വ്യവസായ ചരിത്രത്തിൽ ഒരിടത്തും മുമ്പ് കേരളം ഉണ്ടായിരുന്ന അല്ലാതെ ഇടത്തുനിന്നാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ രാജ്യത്തെ പ്രധാന വ്യവസായ ഭൂമികയായി സംസ്ഥാനത്തെ മാറ്റിയത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ 2020 കേരളം 28ാം സ്ഥാനത്തായിരുന്നു. 2021 13 പടികൾ കയറി കേരളം 15ാമതെത്തി. 2022-23 വർഷത്തെ പട്ടികയിൽ ഒറ്റയടിക്ക് 14 പടികൾ കയറിയാണ് കേരളം അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതായി കൺവീനർ N ചന്ദ്രൻ അറിയിച്ചു. ആകെയുള്ള 25 ജില്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങളിൽ CPM 16, CPI 3, കേരള കോൺഗ്രസ് M 1, ജനതാദൾ S 1, RJD 1, NCP 1, കോൺഗ്രസ് S 1, INL 1 എന്നിങ്ങനെയാണ് മത്സരിക്കുക. കരിവള്ളൂർ, മാതമംഗലം, പേരാവൂർ, പാട്യം, പന്ന്യന്നൂർ, കതിരൂർ, പിണറായി, പെരളശ്ശേരി, അഞ്ചരക്കണ്ടി, കൂടാളി, മയ്യിൽ, അഴീക്കോട്, കല്യാശ്ശേരി, ചെറുകുന്ന്, പരിയാരം, കുഞ്ഞിമംഗലം എന്നീ ജില്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങളാണ് CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. കോളയാട്, കുറുമാത്തൂർ, മാട്ടൂൽ CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പടിയൂർ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് M, പയ്യാവൂർ ജനതാദൾ S, കൊളവല്ലൂർ RJD, കൊട്ടിയൂർ NCP, നടുവിൽ കോൺഗ്രസ് S, കൊളച്ചേരി INL എന്നിങ്ങനെയാണ് മത്സരിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു റിമാൻഡിൽ. ഗുരുതര കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നും ഇതുവഴി ബോർഡിന് നഷ്ടമുണ്ടായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കട്ടിളപ്പാളിയിൽ സ്വർണം പൂശിയതായി ബന്ധപ്പെട്ട കേസിലാണ് 3ാം പ്രതിയായ N വാസുവിനെ അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കോടതിയാണ് N വാസുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റാകുന്ന ആദ്യ ഉന്നതനാണ് N വാസു. സ്വർണ്ണ പൊതിഞ്ഞ പാളികൾ എന്നത് രേഖയിൽ ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് നവീകരണത്തിന് ശുപാർശ നൽകിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ N വാസു ഇടപെടൽ നടത്തിയെന്നും SIT കോടതിയിൽ അറിയിച്ചു. ഇതര പ്രതികളുമായി ചേർന്ന് N വാസു ഗൂഢാലോചന നടത്തുന്ന കാര്യം തെളിഞ്ഞിട്ടുണ്ടെന്നും SIT പറയുന്നു. വൈകുന്നേരം 7:10 N വാസുമായി പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയത്. റാന്നി കോടതി അവധിയായതിനാണ് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത്. ചേംബറിലാണ് ജഡ്ജിക്ക് മുന്നിൽ N വാസുവിനെ ഹാജരാക്കിയത്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, സ്വർണം മോഷണം അടക്കമുള്ള കുറ്റങ്ങൾ N വാസുവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന 2019 N വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു 2019 ജനുവരി 19 നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാസുവിനെ കേസിൽ 3ാം പ്രതിയാക്കിയത്. അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ലെന്നാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ ഗതാഗത നിയന്ത്രണം. അമ്പായത്തോട് പാൽച്ചുരം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നവംബർ 13 വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വയനാട് ജില്ലയിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ നെടുമ്പൊയിൽ ചുരം വഴി കടന്നു പോകണം. മന്ദരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ദേശീയ മന്ദരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ദേശീയാരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അരുൺകുമാർ നിർവഹിച്ചു. ചിറക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ KC സച്ചിൻ അധ്യക്ഷനായി. ജില്ലാ വെക്ടർ ബോൺ ഡിസ്ട്രിക്ട് കൺട്രോൾ ഓഫീസർ ഡോക്ടർ KK ഷിനി മന്ദരോഗത്തിന്റെ വ്യാപനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ജില്ലയിൽ നിലവിലുള്ള 883 രോഗികളാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം മന്ദരോഗബാധിതർ. അതിൽ 290 രോഗികൾ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലുള്ളതാണ്. ജില്ലാ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ T സുധീഷ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് KG ഗോപിനാഥൻ, ബയോളജിസ്റ്റ് CP രമേശൻ, എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ അഖിൽ രാജ് എന്നിവർ സംസാരിച്ചു. കൊതുക് കടി ഒഴിവാക്കുന്നതിലൂടെ രോഗം വരുന്നത് തടയാം. ഉറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കുക, കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ, കൊതുക് തിരികൾ ഉപയോഗിക്കുക, ശരീരം മൂടുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുക, അഴുക്കുചാലുകൾ, ഓടകൾ തുടങ്ങിയവയിൽ മലിനജലം കെട്ടിക്കിടക്കാതെ നോക്കുക. കുളം, കനാൽ എന്നിവിടങ്ങളിൽ നിന്നും ജലസസ്യങ്ങളായ ആഫ്രിക്കൻ പായൽ, കുളവാഴ എന്നിവ നീക്കം ചെയ്യുക. സെപ്റ്റി ടാങ്കിന്റെയും മറ്റും വൈറ്റ് പൈപ്പിൽ കൊതുക് വല കെട്ടുക. രോഗലക്ഷണങ്ങൾ പുറമെ പ്രകടമാകാത്ത മന്ദരോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമേ രോഗവാഹകനിൽ നിന്നും കൊതുകുകൾ വഴി മറ്റൊരാളിലേക്ക് രോഗം പകരുകയുള്ളൂ. നീർവീക്കം വന്നവരിൽ നിന്നും രോഗം പകരുന്നില്ല. മാതൃകാ പെരുമാറ്റച്ചട്ടം ജില്ലാതല മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ 11 നടത്തുന്ന പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നവംബർ 10 മുതൽ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മറ്റും സ്ഥാനാർത്ഥികൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് നിവാരണം നടത്തുന്നതിനും പരാതികൾ ഉടൻ പരിഹാരം സ്വീകരിക്കുന്നതിനും ജില്ലാതല മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ചെയർമാനായ സമിതിയുടെ ജനറൽ കൺവീനർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി TJ അരുണാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുരാജ് പരിവാൾ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിനി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ് എന്നിവരാണ് സമിതി അംഗങ്ങൾ.
പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികൾ ഉടൻ തന്നെ പരിഹാരം കാണുന്നതിന് കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നും കുറ്റക്കാർക്കെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഏതെങ്കിലും വിഷയം സംബന്ധിച്ച കമ്മീഷന്റെ ഇടപെടൽ ആവശ്യമുള്ള പക്ഷം റിപ്പോർട്ട് സഹിതം അവ ഉടൻ തന്നെ കമ്മീഷനിലേക്ക് മേൽ നടപടിക്കായി അയക്കേണ്ടതാണ്. ജില്ലാ മോണിറ്ററിംഗ് സമിതി യോഗം 2 ദിവസങ്ങളിൽ ഒരിക്കൽ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കണം. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള സന്ദർഭങ്ങളിൽ ഉടൻ തന്നെ യോഗം ചേർന്ന് നടപടി സ്വീകരിക്കേണ്ടതാണെന്നും വ്യക്തമാക്കി.